നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന ഈ യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയ സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ ഏറ്റവും പുതിയ ചിത്രം, ഫഹദ് ഫാസിലിന്റെ നായകനാക്കി ചെയ്ത ഏറ്റവും പുതിയ ചിത്രം ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിന്റെ ഒരു പ്രധാന വിശേഷം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. ഞാൻ പ്രകാശൻ കഴിഞ്ഞ കൊല്ലം കേരളത്തിൽ ഇറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയതിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ചിത്രം 40 കോടി കഴിഞ്ഞ് 50 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഫഹദ് ഫാസിൽ നായകനായി അഭിനയിച്ച ഒരു ചിത്രവും ഇതുവരെ 50 കോടി ക്ലബിലേക്ക് കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചിത്രം 50 കോടി ക്ലബിലേക്ക് കയറുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രമായി ഞാൻ പ്രകാശൻ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ചിത്രത്തിന്റെ ഇപ്പോഴത്തെ കളക്ഷൻ 40 കോടി 80 ലക്ഷം രൂപയാണ്. ഈ കളക്ഷനിലേക്ക് എത്തിയതോടുകൂടി മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 2018 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഒന്നാമത് ഇപ്പോഴും കായംകുളം കൊച്ചുണ്ണിയും, രണ്ടാമത് ഒടിയനും തന്നെയാണ്. മൂന്നാം സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ ഈ ചിത്രം എത്തിയിരിക്കുന്നു. ഈ രീതിയിലൂടെ ഒരു 2 ആഴ്ച കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിത്രം തീർച്ചയായും 50 കോടിയിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. ചിത്രത്തിന് ഇന്നും നല്ല രീതിയിൽ തന്നെ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് കാണാൻ പോയപ്പോൾ അവൻ പറഞ്ഞത് ഏകദേശം 50% തിയേറ്റർ ഹൗസ്ഫുൾ ആയിരുന്നു എന്ന് തന്നെ പറയാം. ഏകദേശം ഒരു 70% ആളുകൾ ചിത്രം കാണാനുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഏകദേശം 25 ദിവസം കഴിഞ്ഞു. ഇത്രയും കാലഘട്ടത്തിനിടയിൽ, ഇത്രയും ദിവസങ്ങൾക്കിടയിൽ 20 ദിവസം കഴിഞ്ഞ ഈ ഒരു സമയത്ത് ഈ ചിത്രം ഇപ്പോഴും ഇത്രയും നല്ല രീതിയിൽ കളക്ഷൻ നേടുന്നു. അത് ആളുകൾ ഇത്രയും അധികം ഇപ്പോഴും ചിത്രം കാണാൻ എത്തുന്നു എന്ന് പറയുന്നത് ആ ചിത്രത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ സംവിധായകന്റെയും അതിന്റെ നടന്റെയും ഏറ്റവും വലിയ സക്സസ് ആയി തന്നെ നമുക്ക് കണക്കുകൂട്ടാം. സത്യൻ അന്തിക്കാടിന്റെ ഒരു ചിത്രം പോലും ഇതുവരെയും 50 കോടിയിലേക്ക് എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഫഹദ് ഫാസിലിന്റെയും, രണ്ടുപേരുടെയും കരിയറിലെ ഏറ്റവും വലിയ ഒരു അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു ചിത്രമായി ഇത് മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചിത്രം 50 കോടിയിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തുകൊണ്ടെന്നാൽ ഇനിയും ഇതുപോലുള്ള 50 കോടി സിനിമകൾ ഇറങ്ങുമ്പോൾ മാത്രമേ മലയാള സിനിമയിൽ വലിയ ബഡ്ജറ്റുകളിലുള്ള ചിത്രങ്ങൾ ഇറങ്ങാൻ അല്ലെങ്കിൽ ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് താല്പര്യം പ്രകടിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന്റെ വിജയം മലയാള സിനിമയുടെയും കൂടി വിജയമായിട്ട് നമുക്ക് കണക്കൂട്ടേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറയാമെന്ന് കരുതിയായിരുന്നു ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.